നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റബ്ബർ കർഷകർക്ക് ആശ്വാസമായി റബ്ബർ കുരുവിനും തോട്ടപ്പയറിനും വില വർദ്ധിക്കുന്നു. ഉൽപാദന ചെലവിന് ആനുപാതികമായി റബ്ബർ ഷീറ്റിനും ഒട്ടുപാലിനും വില ലഭിക്കാത്ത കർഷകർക്ക് റബ്ബർ കുരുവിന്റെയും തോട്ടപ്പയറിന്റെയും വില വർധനവ് ആശ്വാസമാകുന്നു. ഇവയ്ക്ക് രണ്ടിനും ഡിമാൻഡ് വർദ്ധിച്ചതാണ് പ്രതീക്ഷയേകുന്നത്. മഴക്കാലം നീണ്ടതോടെ റബ്ബർ കുരുവിന് ക്ഷാമം നേരിടുന്നുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിപുലമായ രീതിയിൽ റബ്ബർ നഴ്സറികൾ നടത്തുന്ന മലയാളികൾ കിലോയ്ക്ക് 150 രൂപയ്ക്കാണ് കഴിഞ്ഞ വർഷം കുരു ശേഖരിച്ചത്. ഇത്തവണ നവംബറിൽ റബ്ബർ കുരുവില 140 രൂപയിൽ എത്തിയിരുന്നു. നിലവിൽ കുരു ഒരിടത്തും കിട്ടാനില്ലെന്ന് നഴ്സറിക്കാർ പറയുന്നു. മലയൻ നാടൻ ഇനങ്ങൾ ഇല്ലാതായതോടെ ബഡ് മരങ്ങളുടെ കുരുവാണ് ഇപ്പോഴുള്ളത്. റബ്ബർ കുരു ശേഖരിക്കാൻ ഇക്കാലത്ത് ആരും താൽപര്യപ്പെടാത്തത് ക്ഷാമത്തിന് കാരണമായി. സാധാരണ ആഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയാണ് ശേഖരണകാലം. ഇക്കൊല്ലം തോട്ടങ്ങളിൽ വിരളമായേ റബ്ബർ കുരു പൊട്ടിവീണുള്ളൂ. തോട്ടപ്പയറിനും വില കൂടുന്നു. ആവശ്യക്കാർ കൂടിയതോടെയാണ് തോട്ടപ്പയറിനും ഇക്കൊല്ലവും മെച്ചപ്പെട്ട വില ലഭിക്കുന്നത്. റബ്ബർ തോട്ടങ്ങളിൽ തണുപ്പും ഈർപ്പവും നിലനിർത്താനും കളകൾ നിയന്ത്രിക്കാനുമാണ് തോട്ടപ്പയർ കൃഷി ചെയ്യുന്നത്. റബ്ബർ ഉൽപാദനം കൂടാനും മണ്ണിലെ നൈട്രജന്റെ അളവ് നിലനിർത്താനും സഹായകമാണ്. കാലിത്തീറ്റയായും ഉപയോഗിക്കാം. റബ്ബർ തൈകളുടെ ചുവട്ടിൽ തണുപ്പ് കിട്ടാൻ നടുന്ന നാടൻ പടൽ വിത്ത് കിലോയ്ക്ക് കഴിഞ്ഞ വർഷം 1000 രൂപ വരെയും ഉയർന്നിരുന്നു. അടുത്ത മാസം വേനലിൽ പയർ, ബീൻസ്, ഉണങ്ങി വിത്ത് ശേഖരിക്കുമ്പോൾ 700 രൂപയിൽ കുറയാതെ വില ലഭിക്കുമെന്ന് വ്യാപാരികൾ പറയുന്നു. കേരളത്തിൽ നിന്ന് തോട്ടപ്പയർ വിത്ത് മലേഷ്യ, തായ്ലൻഡ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. അവിടെ റബ്ബറിനും എണ്ണപ്പനയ്ക്കും ഇടവിളയായി തോട്ടപ്പയർ കൃഷി ചെയ്യുന്നുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ റബ്ബർ തോട്ടങ്ങളിലേക്കും വിത്ത് കൊണ്ടുപോകുന്നുണ്ട്. സമീപകാലത്ത് വിഷാംശമുള്ള കാട്ടുപയർ വ്യാപകമായതോടെ നാടൻ പടൽ തോട്ടങ്ങളിൽ ഇല്ലാതായി. ഈ സാഹചര്യത്തിൽ എത്ര ഉയർന്ന വിലയിലും ഇവയുടെ വിത്ത് വാങ്ങാൻ നഴ്സറിക്കാർ തയ്യാറായി. ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇതേപോലെ തോട്ടങ്ങളിൽ പയറൊക്കെ നട്ടിരിക്കുന്നവർക്ക് ഇതേപോലെ ആയിരക്കണക്കിന് രൂപ സമ്പാദിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് റബ്ബർ കുരു പറക്കി നമുക്ക് ആയിരക്കണക്കിന് രൂപ സമ്പാദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒക്കെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഈ റബ്ബറിന്റെ വിലക്കുറവിൽ നിന്നൊക്കെ ആശ്വാസം നേടാൻ ഇത് നല്ലൊരു മാർഗമാണ്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. എല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എന്റെ നന്ദി.